എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. അപ്പോൾ ഈ ഒരു കടുത്ത ചൂടിനും അതുപോലെ തന്നെ പാർട്ടികളിലൊക്കെ വിളമ്പാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നോമ്പിന് ഇതിൽ നിന്ന് ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മുടെ വയറൊക്കെ നന്നായിട്ടൊന്ന് ഫില്ലായി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ആളുകൾക്കനുസരിച്ചിട്ട് ക്യാരറ്റിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്താം. അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുക്കറിൽ 2 വിസിൽ അടിച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ക്യാരറ്റ് ഇപ്പോൾ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാരറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു തിക്നെസ്സിൽ കട്ട് ചെയ്താൽ മതി. അപ്പോൾ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഈ വേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ക്യാരറ്റ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു ക്യാരറ്റ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് പാൽ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ പാല് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ ഇതുപോലെ സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ. ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ വേറൊരു ബൗളിലേക്ക് 1.5 ടീസ്പൂൺ കസ്കസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കസ്കസ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനിയിപ്പോൾ ഇതൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 500 ml പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ പാലിപ്പോൾ ഇവിടെ തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കസ്റ്റാർഡ് പൗഡറാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പം നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുള്ള ഒരു കസ്റ്റാർഡ് പൗഡർ നമുക്കിവിടെ സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാര ഇതിൽ കറക്റ്റ് പാകത്തിനുള്ള മധുരമാണ്. അപ്പോൾ ഈ ഒരു നോമ്പിൻ്റെ ടൈമിൽ ഒരുപാട് മധുരമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഡയബറ്റിക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം നമ്മൾ മധുരം കുറച്ചിട്ട് വേണം ഡ്രിങ്കെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ പാൽ നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഈ പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ക്യാരറ്റ് മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ ക്യാരറ്റിന് മിക്സ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് കുക്കായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഈ ഒരു മിക്സ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കസ്റ്റാർഡ് പൗഡറൊക്കെ ചേർത്തത് കൊണ്ട് പാകത്തിനുള്ള ഒരു കുറുകിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ട് മാറിയതിന് ശേഷം ഞാനൊരു ബൗളിലോട്ടേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിലേക്ക് ആപ്പിൾ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു കസ്കസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നട്ട്സായിട്ട് ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. ബദാം ചെറുതായിട്ട് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കിസ്മിസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോ അല്ല 1 മണിക്കൂറോ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ്
വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ തണുപ്പൊന്നും പറ്റാത്തവർക്ക് ഇപ്പം തന്നെ സെർവ് ചെയ്യാം. ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ തണുപ്പിച്ചിട്ട് തന്നെ കുടിക്കണം. അപ്പോൾ ഇത് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കുറഞ്ഞ ചേരുവകൾ മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് ഇതുപോലൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വയറൊക്കെ ഫില്ലായി കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.